ഒരു സഹോദരി പ്രസവാനന്തരം മരണം സംഭവിച്ചു. അല്ലാഹു ആ സഹോദരിക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. മടവൂർ ശൈഖുന ഉൾപ്പെടെയുള്ള മശായിഖന്മാരുടെ നോട്ടത്തിൽ അല്ലാഹു ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ബർസഖിയായ ജീവിതം എല്ലാ അർത്ഥത്തിലും സന്തോഷപൂരിതമാക്കട്ടെ. നമുക്ക് ദുആ ചെയ്യാം. അങ്ങനത്തൊരു വിഷമകരമായ മരണം ഘട്ടം, ആ മരണത്തിന്റെ വിഷയം പോലും ആഘോഷമാക്കുന്ന ഏറ്റവും വൃത്തികെട്ടവരായി ഈ AP വിഭാഗം സമസ്തയുടെ ആളുകൾ അതപ്പതിച്ചില്ലേ? ഒരു മരണം സംഭവിക്കുമ്പോ എന്ത് മാനവികതയുടെ നിങ്ങൾക്കുള്ളത്? മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ. ഇത് പാട്ടുപാടിയിട്ട് യാത്ര നടത്തിയാൽ മതിയോ? നിങ്ങൾക്കിപ്പോ മാനവികത പൂത്തുലയാ പുകഴ്ത്ത നിങ്ങൾക്ക് ചെയ്യണത് അല്ലേ? സമൂഹം ഒന്ന് മനസ്സിലാക്കട്ടെ. ഒരു സഹോദരിയുടെ മരണം പോലും ആഘോഷമാക്കി മാറ്റുന്ന ഏറ്റവും വലിയ മാനവിക വിരുദ്ധതയുടെ നേർചിത്രങ്ങളായി AP സമസ്തയുടെ കുഞ്ഞാടുകൾ മാറിയില്ലേ? എന്തൊക്കെ തോന്നിവാസങ്ങൾ നടത്തിയത്! സുബ്ഹാനല്ലാഹ്. സിറാജുദ്ദീൻ ലത്തീഫി ഉസ്താദിന്റെ ഭാര്യയുടെ മരണം അത് ആഘോഷമാക്കി മാറ്റി. ഇവിടെ എത്ര സംഘടന ഉണ്ട്, എത്ര രാഷ്ട്രീയക്കാരുണ്ട്, എത്ര ഗ്രൂപ്പുണ്ട്. അവരൊക്കെ കുടുംബത്തിന് മരണം നടന്നാൽ സംഘടനാ വിരോധം തീർക്കാൻ ഈ മരണത്തിന്റെ സാഹചര്യം ആരെങ്കിലും ഉപയോഗപ്പെടുത്താറുണ്ടോ? ഇതാ ഞങ്ങൾ പറഞ്ഞത്, വഹാബികളെക്കാൾ, മൗദൂദികളെക്കാൾ, തബ്ലീഗ് ജമാഅത്തുകാരെക്കാൾ, എന്തിനേറെ നിരീശ്വരവാദിയേക്കാൾ, യുക്തിവാദികളെക്കാൾ അതപ്പതിച്ച ഏറ്റവും വൃത്തികെട്ട വർഗമായി കാന്തപുരം വിഭാഗം മാറിയിട്ടില്ലേ? ഇത്രയും ഒരു നശിച്ച വർഗം ഏതെങ്കിലും സംഘടന മരണത്താഘോഷമാക്കി മാറ്റൂ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മകൻ മരിച്ചിട്ടാണെങ്കിലും മരുമകളുടെ കണ്ണുനീര് കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന അമ്മായിയമ്മയുടെ ക്രൂര മനസ്സല്ലേ ഈ കാന്തപുരം വിഭാഗം വെച്ചു പുലർത്തുന്നത്? എത്ര ദയനീയമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഞങ്ങൾക്ക് ആ വിഷയങ്ങളിലൊക്കെ കൃത്യമായ നിലപാടുണ്ട്. എന്നിട്ട് ചെയ്യണ പണി എന്താ? ആ മരണത്തെ സംഘടനാ വിരോധം തീർക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക, മശായിഖന്മാരെ ആ വിഷയത്തിലേക്ക് വലിച്ചിടുക. എടോ, ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, ഞങ്ങളെ മശായിഖന്മാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താ? ഭൗതികതയെ ഭൗതികത കൊണ്ട് നേരിടുക, ആത്മീയതയെ ആത്മീയത കൊണ്ട് നേരിടുക. അതാണ് ഇസ്ലാം, അതാണ് കറകളഞ്ഞ ആത്മീയത, അതാണ് കറകളഞ്ഞ ആത്മീയത. ചോദിക്കട്ടെ, അതല്ലേ മുത്തു റസൂല് പഠിപ്പിച്ചത്? പരിശുദ്ധമായ ബദർ നടന്നു. അല്ലാഹ്ക്കെന്തേ ബദർ നടത്താതെ റസൂലുള്ളാഹി തങ്ങൾക്കും സഹാബത്തിനും ഉന്നത വിജയം കൊടുക്കാൻ അല്ലാഹ്ക്ക് കഴിവില്ലേ? ഉണ്ട്. പക്ഷേ സായുധ വിപ്ലവധാരികളായി കടന്നു വരുന്ന, ഭൗതികമായി നേരിടാൻ വരുന്ന ആളുകളെ അതേ രൂപത്തിൽ ഭൗതികമായി നേരിടുന്നു അസ്ഹാബു റസൂലില്ലാഹ്. മഹാന്മാരായ സഹാബത്ത്, അവരെ കയ്യിൽ കുറഞ്ഞ ആയുധങ്ങൾ, കുറഞ്ഞ കുതിരകൾ, അതുമായി മഹാന്മാരായ സഹാബത്ത് അടർക്കളത്തിലേക്ക് എടുത്തു ചാടുകയാണ്. ഭൗതികതയെ ഭൗതികത കൊണ്ട് തന്നെ നേരിടുകയാണ്. അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കണം, അതിനൊക്കെ ശക്തി പകരുന്നത്, ഉത്തേജനം പകരുന്നത് മഹാനരായ അലിയിൽ മുർത്തള ഖറമല്ലാഹു വജ്ഹഹു, മഹാനവറുകളുടെ സ്റ്റേറ്റ്മെന്റ് കാണാം. ബദറുമായി ബന്ധപ്പെട്ട ഘട്ടം ശക്തമായ പോരാട്ട ഭൂമിക തീർക്കുകയാണ്. ആയിരക്കണക്കിന് സർവായുധ വിഭൂഷിതരായി കടന്നു വരുന്ന, സർവസന്നാഹങ്ങളോടുകൂടി കടന്നു വരുന്ന ശത്രുവ്യൂഹം, ഇപ്പുറത്ത് പാവപ്പെട്ട 313ഓളം വരുന്ന അസ്ഹാബ് റസൂലില്ലാഹ്. പ്രതിസന്ധിയുടെ ഘട്ടം, പ്രയാസത്തിന്റെ ഘട്ടം, ആപൽ ഘട്ടം. ആ ഘട്ടത്തിൽ മഹാനരായ അലിയാർ തങ്ങൾ പറയുന്നുണ്ട്, ആ വലിയ ഭീതിതമായ രംഗത്ത് ഞങ്ങൾ ഓടിച്ചെല്ലുകയാണ്. റഅയ്തുനാ യൗമ ബദരിൻ വനഹ്നു നലൂദു ബിറസൂലില്ലാഹി. കയ്യിൽ വാളുണ്ട്, കുതിരയുണ്ട്, ശക്തമായ രൂപത്തിലുള്ള പോരാട്ടം നടത്തുന്നുണ്ട്. അതിനെയൊക്കെ ശക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രേരക ഘടകമെന്താ? മുഹമ്മദുർ റസൂലുള്ളാഹി.
മുത്ത് റസൂലിനോട് ചെന്നിട്ട് ആവലാതി പറയുക, റസൂലുള്ളാഹി തങ്ങളോട് ചെന്ന് വിഷയം പറയുക. ഭൗതികത കൊണ്ട് നേരിടുന്നതോടൊപ്പം ആത്മീയമായ ആവേശം ആവാഹിച്ചെടുത്ത് ആ ഉത്തേജനത്തോടുകൂടി ശക്തമായ പോസിറ്റീവ് എനർജിയുമായി മഹാന്മാരായ സഹാബത്ത് എടുത്തു ചാടുന്നു. അതാ പറഞ്ഞത്, ഇതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം, ഇതാണ് റസൂലുള്ള പഠിപ്പിച്ചത്. ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പ്രിയപ്പെട്ട സഹാബ, ഭൗതികമായ വിഷയങ്ങളിൽ ഭൗതികമായ ഇടപെടലുകൾ നടത്തണം. നമ്മളെ ഉപജീവന മാർഗം ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, കുടുംബത്തെ പോറ്റണം, അതിന് ബിസിനസ് നടത്തണം. ആ കാര്യങ്ങളൊക്കെ ഭൗതികമായി തന്നെ നടക്കണം. കടങ്ങൾ വന്നു, ബിസിനസിന്റെ മേഖല വന്നു, വിഷമങ്ങൾ വന്നു, രോഗങ്ങൾ വന്നു. ആ വിഷയങ്ങളിലൊക്കെ അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ മുത്ത് റസൂല് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രോഗം വന്നാൽ നിങ്ങൾ ചികിത്സ നടത്തണം, ചികിത്സിക്കണം. എന്നാൽ ആ ഭൗതികമായ സംവിധാനങ്ങളെ കൊണ്ടു തന്നെ അതിന് പ്രതിവിധിയും പ്രതിരോധവും തീർക്കുമ്പോൾ തന്നെ അതിനൊക്കെ ശക്തി പകർന്നുകൊണ്ട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കുന്നു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, അത് കടമാകട്ടെ, രോഗമാകട്ടെ, വിഷമമാകട്ടെ, പ്രയാസമാകട്ടെ, വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഇനാ ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. പ്രശ്നം വന്നപ്പോ ഈ ഭൗതികമായ സംവിധാനങ്ങളും രോഗം വന്നപ്പോ ചികിത്സയും ഒക്കെ തേടിക്കൊണ്ടിരിക്കുന്ന സഹാബത്ത് തന്നെ മുത്ത് റസൂലിനെ സമീപിക്കുക എന്ന ആത്മീയ വഴിയും ഇസ്ലാമിലുണ്ട്. രണ്ടും ഉണ്ട്. ഭൗതികവും ആത്മീയവുമായ വിഷയത്തിൽ ആ രൂപത്തിലുള്ള സമീപനങ്ങൾ തന്നെ സ്വീകരിക്കണം. രണ്ടും സ്വീകരിക്കണം. അതാണ് ഇസ്ലാം. ഒന്ന് മറ്റൊന്നിനെതിരല്ല. ഇതാണ് മുത്ത് റസൂല് പഠിപ്പിച്ചത്. ഇതു തന്നെയാണ് ആ മുത്ത് റസൂലിന്റെ വാരിഥീങ്ങളായ ഞങ്ങളെ മശായിഖന്മാരും ഞങ്ങളെ പഠിപ്പിക്കുന്നത്. രോഗം വന്നാൽ ചികിത്സ നടത്തണം. ഞങ്ങളോട് ഞങ്ങളെ മശായിഖന്മാർ പറയുന്ന വാക്കെന്താ? അതിപ്രധാനമായി കാണേണ്ടതാണ് നമ്മുടെ ഹിദായത്ത്. പിന്നീട് പ്രധാനമായി നമ്മൾ കാണേണ്ടതാണ് നമ്മുടെ ആഫിയത്ത്, ആരോഗ്യം. അത് പ്രധാനമാണ്. ആ ആരോഗ്യത്തിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ ഫിസിക്കൽ ബോഡി ഉണ്ടല്ലോ, നമ്മുടെ ഈ ഭൗതിക ശരീരം, ഈ ശരീരത്തിന് ആവശ്യമായ എന്തൊക്കെ സംരക്ഷണങ്ങളുണ്ടോ, സംവിധാനങ്ങളുണ്ടോ, അതൊക്കെ നമ്മൾ ആ ശരീരത്തിന് നൽകണം. ആ ശരീരത്തെ പരിരക്ഷിക്കണം. ഡോക്ടറെ കാണേണ്ടി വരുന്ന ഘട്ടത്തിൽ ഡോക്ടറെ കാണണം. ചികിത്സ തേടേണ്ട സമയത്ത് ചികിത്സ തേടണം. മരുന്ന് കുടിക്കേണ്ട സമയത്ത് മരുന്ന് കുടിക്കണം. ഇതാ ഞങ്ങളെ മശായിഖന്മാർ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അതാണ് റസൂലുള്ള പഠിപ്പിച്ചത്. അതാണ് ഇസ്ലാം. അതാണ് അഹ്ലുസ് സുന്ന. അല്ലാതെ മരുന്ന് കുടിക്കണ്ട, ഡോക്ടറെ കാണണ്ട, ചികിത്സ തേടണ്ട, ഇത് ഇസ്ലാമല്ല. ഇങ്ങനെ ഞങ്ങളെ മശായിഖന്മാർ ആരും പറഞ്ഞിട്ടില്ല. ഇസ്ലാം അങ്ങനെ പറയുകയുമില്ല. ഇസ്ലാം മനുഷ്യ സ്പർശിയാണ്. ഇസ്ലാം മനുഷ്യന്റെ മുഴുവൻ നിഖില മേഖലകളെയും സമഗ്രമായി അപഗ്രഥിച്ച മതമാണ് ഇസ്ലാം. ഇസ്ലാമിൽ ഭൗതികതയോട് പുറംതിരിഞ്ഞു നിൽക്കുക എന്ന സമീപനം ഇസ്ലാമിലില്ല. ഇവിടെ വിവിധങ്ങളായ ചികിത്സാ രീതികളുണ്ട്. ഓരോരുത്തർക്കും അവരുടെ താല്പര്യത്തിനും അവരുടെ ഇഷ്ടത്തിനും അനുസരിച്ച് ഏത് വിഷയങ്ങളും തിരഞ്ഞെടുക്കാം. ഇപ്പൊ നമ്മളെ നാടുകളിൽ തന്നെ അലോപ്പതിയുണ്ട്, ആയുർവേദമുണ്ട്, യുനാനിയുണ്ട്, ഹോമിയോ ഉണ്ട്, അക്യുപഞ്ചറുണ്ട്, പാരമ്പര്യ ചികിത്സയുണ്ട്, പ്രകൃതി ചികിത്സയുണ്ട്. ഈ രൂപത്തിലുള്ള പല അനുവദനീയമായ നമ്മുടെ രാജ്യം അനുവദിച്ച പല ചികിത്സകളുണ്ട്. ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പൗരനും അവന് താല്പര്യമുള്ള ചികിത്സയെ അവർക്ക് തെരഞ്ഞെടുക്കാം. ചികിത്സാ രീതികളെ അവർക്ക് തെരഞ്ഞെടുക്കാം. അതിന് നമ്മുടെ രാജ്യത്തെ ഭരണഘടന ഇവിടത്തെ ഓരോ പൗരനും ആവിഷ്കാര സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്.
അല്ലാതെ ഹോസ്പിറ്റലിൽ പോകരുത്, ചികിത്സ നടത്തരുത്, മരുന്ന് കുടിക്കരുത് എന്ന പിന്തിരിപ്പൻ ശൈലി സമീപനം ഇസ്ലാമിക്കിനില്ല, അഹ്ലുസുന്നക്കില്ല. അതിവിടെ ആരാ പഠിപ്പിച്ചത്? സഹോദരിമാര് ഗർഭം ധരിച്ചാൽ ആ ഗർഭം ധരിച്ച സ്ത്രീകളെ ഡോക്ടറെ കാണിക്കലും അവർക്ക് മരുന്ന് കൊടുക്കലും ശിർക്കാണ് എന്ന് വാദിച്ചത് ഇവിടുത്തെ വഹാബി മൗലവിമാരാ അല്ലേ? ഗർഭിണികളായ സഹോദരിമാരെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് അവിടുന്ന് കൊടുക്കുന്ന മരുന്ന് കൊടുക്കൽ ശിർക്കാണ്. ഞാൻ എന്റെ ഭാര്യയെയോ എന്റെ സഹോദരിമാരെയോ എന്റെ പെൺമക്കളെയോ ഒന്നും അതിന് കൊണ്ടുപോകാറില്ല, അത് കടുത്ത ശിർക്കാണ് എന്ന് പരസ്യത്തോടെ പ്രസംഗിച്ചതാരാ? ഈ പിന്തിരിപ്പൻ ആശയം ഈ ശാസ്ത്രലോകത്തോട്, ഈ ആധുനിക കാലഘട്ടത്തോട് ഒരു നിലക്കും സമരസപ്പെട്ടു പോകാൻ കഴിയാത്ത രൂപത്തിലുള്ള പിന്തിരിപ്പൻ സമീപനം അത് സ്വീകരിച്ചത് ഇവിടുത്തെ വഹാബികളാ, വഹാബി മൗലവിമാരാ. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഇപ്പൊ ആ മൗലവിമാരായിട്ട് എല്ലാ വിഷയത്തിലും ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. റസൂലുള്ളാഹിക്ക് നയലുണ്ട്, റസൂലുള്ളാഹിയുടെ കോലത്തിൽ പിശാച് വരും, ഔലിയാക്കളില്ല, ഞങ്ങളൊക്കെ തന്നെയാണ് മശായിഖന്മാര്, ഞങ്ങളൊക്കെ തന്നെയാണ് അത്തിബാഉൽ ഖുലൂബ്, ഞങ്ങൾ നടത്തുന്ന തന്നെയാണ് സുഹബ എന്നൊക്കെ പറഞ്ഞു നടക്കണേ നവവഹാബികളായ ആൾക്കാരുണ്ടല്ലോ. അവരും ഈ വിഷയത്തിലേക്ക് പയ്യെ എടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ കണ്ടില്ലേ സോഷ്യൽ മീഡിയയില് വെറ്റില മൗലവി രംഗത്ത് വന്ന കാലം, തുള്ളിമരുന്നിനെ കളിയാക്കുന്ന കൂറ്റൻ മൗലവി രംഗത്ത് വന്ന കാലം, നിന്റെ കുട്ടിയും ഡോക്ടറുടെ കുട്ടിയും തമ്മിൽ ഓട്ട മത്സരം നടത്തി, എന്നിട്ട് തുള്ളിമരുന്നതാ പിന്നെ ഇങ്ങനെ വരുന്ന നിന്റെ കുട്ടി ഫസ്റ്റിലെത്തി കളിയാക്കുക. മറ്റേ മൗലവി കളിയാക്കിയ മാതിരി. എന്റെ ദർസിലുള്ള എന്റെ ശിഷ്യന്മാരിൽ 90% വീട്ടിലാണ് പ്രസവിക്കാറുള്ളത് എന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഞമ്മക്കെതിരെ അവതാരവാദം ഉന്നയിച്ച ഒരു മുസ്ലിയാര്. ഇങ്ങനെ ഈ ചികിത്സാ രീതികളെ പരിഹസിക്കുന്ന ആളുകൾ, അതിനെ കളിയാക്കുന്ന ആളുകൾ, അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകൾ അതാരാ? ഈ വഹാബികളും നവവഹാബികളായി മാറിക്കൊണ്ടിരിക്കുന്ന കാന്തപുരം വിഭാഗത്തിലെ പ്രഭാഷകരും. ആ പ്രഭാഷകരു അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആരെങ്കിലൊക്കെ വീട്ടിലെ പ്രസവം മതി, വീട്ടിൽ പ്രസവിക്കുന്നത് അപരാധമൊന്നല്ല, വീട്ടിൽ പ്രസവിക്ക, പക്ഷേ അങ്ങനത്തെ ഒരു അപകടകരമായ അവസ്ഥ വന്നാൽ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതില്ല, അവിടെ കൊടുക്കുന്ന തുള്ളിമരുന്നിന്റെ ആവശ്യമില്ല, ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതില്ല എന്ന പിന്തിരിപ്പൻ നയം, നിരുത്സാഹപ്പെടുത്തുന്ന സമീപനം, ആ സമീപനം ആരെങ്കിലും സ്വീകരിച്ചെങ്കിൽ ഉത്തരവാദി ആരാ? ഈ വഹാബി മൗലവിയും ആ വഹാബി മൗലവിയുടെ പിൻഗാമികളായി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന AP വിഭാഗം സമസ്തയിലെ പ്രഭാഷകരും. ലൈസുല്ലുലമുണ്ടല്ലോ, ലൈസ് മണ്ണെണ്ണ പൊരിക്കുക എന്നിട്ടുള്ള വലിയ കണ്ടുപിടുത്തൊക്കെ ആയിട്ട് കടന്നു വന്ന സാക്ഷാൽ നമ്മളെ സുഹബ നടത്തിയ AP അബ്ദുൽ ഹക്കീം മൗലവി മൂപ്പര് പറയണ്ട് ഈ ഓപ്പറേഷൻ 15 സിസേറിയൻ നടത്തിയാൽ ഉസാറായിട്ട് പ്രസവിക്കും, പിന്നെയും സിസേറിയൻ നടത്താന്നാ മൂപ്പര് പറയുന്നത്. എത്ര കൊല്ല ഗർഭത്തിൽ കുട്ടിയെടുക്കുന്നു ഭയങ്കര കണക്കൊക്കെ മൂപ്പര് പറയുന്നുണ്ട്. എന്നിട്ട് ആധുനിക സയൻസിന് നേരെ കോഞ്ചനം കുത്തുന്ന ആളുകളാരാ? ഈ AP വിഭാഗം സമസ്തയിലെ പ്രഭാഷകരാ. അവരുടെ പ്രസംഗങ്ങൾ ഇന്ന് വൈറലാണ്, എല്ലായിടത്തും പ്രചരിച്ചുകൊണ്ടിരിക്കുക, ആളുകൾ പരിഹസിച്ചുകൊണ്ടിരിക്കുക. ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരിത്തേക്കാൻ ഇവിടത്തെ യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും അഭ്യസ്തവിദ്യർക്കും അവസരം കൊടുക്കുന്ന ഏറ്റവും തരം താഴ്ന്ന അറുപഴഞ്ചനായി ഇസ്ലാമിനെ മുദ്രകുത്താൻ അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ് AP വിഭാഗം സമസ്ത അല്ലേ? ഇന്ന് ആളുകൾ ഇങ്ങനെ ട്രോളല്ലേ, മടവൂര് ശൈഖുനാടെ കറാമത്ത് പറയാൻ പാടില്ല ട്രോളും എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ആരതാ ട്രോളിക്കൊണ്ടിരിക്കണത്? എന്നിട്ട് സുബ്ഹാനല്ലാഹ് ആ സഹോദരിയുടെ മരണം പോലും ആഘോഷമാക്കി മാറ്റിയ ഏറ്റവും വൃത്തികെട്ട ആളുകൾ ഏതൊക്കെ രൂപത്തിലാ പറയുന്നത്? ആ പറഞ്ഞ ഈ സിറാജുൽ ലത്തീഫ് ഇങ്ങളെ സംഘടനയെ പ്രവർത്തിച്ചിരുന്ന ആളല്ലേ അല്ലേ? ഞങ്ങളെ സ്റ്റേജിൽ അദ്ദേഹം വരാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ചൊവ്വാല് മുതൽ ഒരു കൊല്ലം പൂർത്തിയാവുന്നുള്ളൂ. അതിന്റെ മുമ്പ് നടന്ന പ്രസവം
എത്ര പ്രസവം വീട്ടിൽ നിന്ന് നടന്നു? ആരാ ഉത്തരവാദി? പറങ്ങള് ആരാണ് ഉത്തരവാദി? എന്നിട്ട് അതൊക്കെ വഴിതിരിച്ചു വിട്ടിട്ട് എന്താ നിങ്ങളെ പിന്നിലുള്ള ഗൂഢലക്ഷ്യമെന്നൊക്കെ തിരിച്ചറിയാൻ മാത്രം ഈ രാജ്യത്തെ ഉത്ബുദ്ധരായ സമൂഹത്തിനറിയാം. ഉത്ബുദ്ധരാണ് കേരളീയ സമൂഹം, ഇവിടത്തെ ഉദ്യോഗസ്ഥന്മാർ, ഇവിടെ കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകൾ. എന്നിട്ട് നിങ്ങൾ സംഘടനാ വിരോധം വെച്ച് പുലർത്താൻ ഒരു മരണത്തെ പോലും ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും തരം താഴ്ന്ന ഏർപ്പാട് അല്ലേ? അയാള് ആലപ്പുഴ ജില്ലക്കാരനാ. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയിൽ ആ ഭാഗത്ത് താമസിക്കുന്നയാളാ. അയാൾക്ക് സ്വന്തമായിട്ട് അവിടെ വീടുണ്ട്, സ്ഥലമുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിലേക്ക് താമസം മാറ്റേണ്ടി വന്നത്? നിങ്ങളുടെ സംഘടനയിൽ നിന്ന് മടവൂർ ശൈഖുനയുടെ മദ്ഹ് പറഞ്ഞയാൾ രംഗത്ത് വന്നപ്പോ അയാളെ ചാനലിനെ വേണ്ടുവോളം ഉപയോഗപ്പെടുത്തി എത്രയോ കാണികളുള്ള ആ വലിയ സംവിധാനം നിങ്ങൾ ഒരു കാലത്ത് സംഘടനക്ക് ഉപയോഗപ്പെടുത്തി. എല്ലാവരും അതിൽ കയറി പ്രസംഗിച്ചു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള സർവ്വ നേതാക്കന്മാരും അതിൽ പ്രസംഗിച്ചവരല്ലേ? അവസാനം നിഴൽവാദിയായ പേരോട്ടുകാരൻ മൗലവി മടവൂർ ശൈഖുനക്കെതിരെ തിരിഞ്ഞു. കറാമത്ത് പറയാൻ പാടില്ല, ശൈഖുനായുടെ ഉന്നതി പറയാൻ പാടില്ല എന്നുള്ള വിഷയം വന്നപ്പോ അതിന് സംഘടനയുടെ മേലൊപ്പ് കിട്ടണമെന്ന് മനസ്സിലാക്കി മടവൂർ കാഫിലയുമായി സംഘടനക്ക് ബന്ധമില്ല എന്ന പത്രപ്രസ്താവന ഇറക്കി. ആ മനുഷ്യനെ നിങ്ങൾ ഒറ്റപ്പെടുത്തി. നിങ്ങൾ അദ്ദേഹത്തിനെതിരെ വീട്ടിൽ ഗുണ്ടായുസം കളിച്ചു. അയാൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള നീതി അവിടെ നിഷേധിച്ചു. അയാൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോ മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിലേക്ക് അദ്ദേഹം താമസം മാറ്റി. ഇതൊക്കെ നിങ്ങൾ കാട്ടിക്കൂട്ടിയ ഗുണ്ടായുസമാണ്. ഞങ്ങളെ മശായിഖന്മാര് രോഗം വരുമ്പോ ചികിത്സിക്കാൻ ഇപ്പൊ ഞങ്ങളെ ഭാര്യമാരൊക്കെ, ഹസനി ഉസ്താദിന്റെ ഭാര്യയാകട്ടെ, അൻവരി ഉസ്താദിന്റെ ഭാര്യയാകട്ടെ, എന്റെ ഭാര്യയാകട്ടെ, ഞങ്ങളെയൊക്കെ ഭാര്യമാര് പ്രസവിച്ചത് എവിടെ? ഹോസ്പിറ്റലിലാണ്. ഞങ്ങളോട് ഞങ്ങളെ വന്യരായ ശൈഖുന പറയാറുള്ളത് എന്താ? രോഗം വന്നാൽ ഏറ്റവും നല്ല ചികിത്സ കൊടുക്കണം. ആഫിയത്ത് വളരെ പ്രധാനമാണ്, ആരോഗ്യം വളരെ പ്രധാനമാണ്. ഹിദായത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനം നമ്മുടെ ആഫിയത്താണ്. അതിനെ നിങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി കാണണം. നമ്മുടെ ഈ ഫിസിക്കൽ ബോഡി, നമ്മുടെ ഈ ഭൗതിക ശരീരം, അതിനെ നമ്മൾ സൂക്ഷിക്കേണ്ട രൂപത്തിൽ പരിരക്ഷിക്കണം, സൂക്ഷിക്കണം എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളെ മശായിഖന്മാർ. എന്നിട്ട് നിങ്ങളെ സംഘടനയിൽ ഒരു കാലത്തുണ്ടായിരുന്ന ആള് നിങ്ങളെ സംഘടനാ നേതാക്കന്മാരെ പ്രസംഗത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആ രൂപത്തിൽ വീട്ടിൽ പ്രസവിക്കാൻ അവര് തയ്യാറായെങ്കിൽ പിന്നെ പറയുന്നുണ്ടല്ലോ, അവരുടെ ഭാര്യ കുടുംബത്തിൽ നിന്നുള്ള സഹോദരിമാരുടെയൊക്കെ അഭിമുഖം ഇവിടത്തെ ചാനലുകൾ പുറത്തുവിട്ടില്ലേ? അക്യുപഞ്ചറിൽ ആ സംവിധാനത്തിൽ സർട്ടിഫിക്കറ്റ് നേടി പിന്നെ അവർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ താല്പര്യമില്ല. മരണം എന്നതൊക്കെ അത് പടച്ച റബ്ബിന്റെ ഖളാ ആണ്. വീട്ടിൽ നിന്ന് പ്രസവിച്ചാലും മരണം സംഭവിക്കാം, ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിച്ചാലും മരണം സംഭവിക്കാം. അത് എത്ര വലിയ സംവിധാനങ്ങളും സജ്ജീകരണമുണ്ടെങ്കിലും പടച്ച റബ്ബാണ് ഒരു മനുഷ്യന്റെ ജനനവും മരണവും ഒക്കെ നിശ്ചയിക്കുന്നത്. അതിൽ വിശ്വസിക്കുന്നവരാ മുസ്ലിമീങ്ങളായ നാം. പക്ഷേ ഹോസ്പിറ്റലിൽ പോകരുത്, ചികിത്സ നടത്തരുത് എന്ന അറിവിന്തിരിപ്പൻ സമീപനം അത് ഇസ്ലാമിനില്ല, അത് ഇസ്ലാമിനില്ല. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഞാൻ ഇങ്ങനെ വിശദമായി പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇതും കിട്ടിയപ്പോ ഞാൻ പറഞ്ഞില്ലേ, ചാവക്കാട് കടപ്പുറത്തുനിന്ന് വീഡിയോ കിട്ടിയിട്ട് ആവേശത്തോടോടി വന്ന അതേ മൗലവി, വാളക്കുളത്തുകാരൻ മൗലവി, അയാൾ വന്നിക്കുക എന്നിട്ട് പറയാ, ഷെയ്ഖിന്റെ നിർദ്ദേശം കിട്ടാത്തതിന്റെ പേരിൽ, ഷെയ്ഖ് പോകരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ, ചികിത്സ നടത്തണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിൽ ചികിത്സ കൊടുത്തില്ല. അതിന്റെ പേരിൽ ആ സഹോദരിയുടെ മരണം സംഭവിച്ചു. വളരെ മാന്യമായ ഭാഷയിൽ ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളെ വന്യരായ ശൈഖുനയോ പാവപ്പെട്ട ഞങ്ങളോ, ഹസനി ഉസ്താദോ, അൻവരി ഉസ്താദോ, വിനീതനായ ഞാനോ, ഞങ്ങളുടെ ആരുടെയെങ്കിലും പ്രസംഗത്തിൽ നിന്ന് ചികിത്സയിൽ പോകരുത്, ചികിത്സ തേടരുത്, ഡോക്ടറെ കാണരുത്, ഹോസ്പിറ്റലിൽ പോകരുത്,
എന്ന് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തതോ അത്തരമൊരു ആശയം ഞങ്ങൾക്കുണ്ട് എന്നതോ ഞങ്ങൾ പ്രസംഗിച്ചു എന്നതോ തെളിയിക്കാൻ ഈ AP വിഭാഗം സൈബർ ഗുണ്ടകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വാളക്കുളം ഉൾപ്പെടെയുള്ള ഏതെങ്കിലും മുസ്ലിയാക്കന്മാർക്ക് കഴിയുമോ? എന്തെങ്കിലുമൊക്കെ പച്ച നുണ വിളിച്ചു പറയുകയോ? കാരണം വലിയ ആളെന്നെ മടവൂർ ശൈഖുനാക്ക് വൈലത്തൂർ തങ്ങൾ ഉപ്പാപ്പ ഖിദ്മത്ത് ചെയ്തിട്ടില്ല എന്നുള്ള പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞപ്പോ അതിനെ തുടർന്നിട്ട് അണികളൊക്കെ കളവോട് കളവ്, എന്ത് കളവും പറയാം. അങ്ങനെ ഒരാൾക്കെതിരെ ഒരു തെളിവ് ഒരു ആരോപണം ഉന്നയിക്കുമ്പോ തെളിവ് കൊണ്ടുപോടോ. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ സുഹബക്ക് ഞങ്ങൾ ഹസനുസ്താന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെന്ന്, ഞങ്ങൾ അതിനിവിടെ തെളിവാജറാക്കും. ഇന്ന് ഞങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് ഡോസ് തെളിവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കും. ഞാൻ അതിനേക്കാൾ ഉസാറുള്ള തെളിവ് പിന്നെ അടുത്ത ദിവസം വഴിയെ വരും. പിന്നെ ഞങ്ങൾ ആർക്കൊക്കെ കൊടുത്തെന്നുള്ള വേറെ പിന്നെയും വരും. അങ്ങനെയാണോ തെളിവ് ഹാജരാക്കേണ്ടത്? നിങ്ങൾക്ക് വീഡിയോ എങ്ങനെ കൊണ്ടുവരേണ്ടതെന്ന് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അല്ലാണ്ട് കടപ്പുറത്ത് നിന്നിട്ട് അവിടുന്ന് ഇവിടുന്നും ആരെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ ആ വീഡിയോ ആയിട്ട് വരിക. ഇങ്ങനെ ഒരു മരണം സംഭവിച്ചാൽ ഞങ്ങളെ മശായിഖന്മാരെ കുതിര കയറാൻ വരിക, അതൊന്നും മാന്യമായ സമീപനമല്ല. ഇപ്പൊ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് മടവൂർ ശൈഖുനാടെ കറാമത്ത് പറയലും അവിടുത്തെ മഹത്വം പറയലൊക്കെ നിർത്തിവെപ്പിക്കാമെന്നാണ് കാന്തപുരം സമസ്തയുടെ ആളുകൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, വഹാബികൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഒരു കാര്യം പറഞ്ഞേക്കാം, ഏതൊക്കെ രൂപത്തിലുള്ള പ്രചണ്ഡമായ കുപ്രചാരണങ്ങൾ അഴിച്ചുവിട്ടാലും ഞങ്ങളുടെ ശരീരത്തിൽ രക്തബിന്ദുക്കൾ ചലിക്കുന്ന കാലത്തോളം ഞങ്ങളിലേക്ക് പടച്ച റബ്ബ് കനിഞ്ഞരളിയിരിക്കുന്ന ഞങ്ങളുടെ ശൈഖുൽ മശായിഖായ റഈസുൽ മഹ്ബൂബീനായ സുൽത്താനുൽ ഔലിയായ ഖുത്ബുൽ ആലമായ ശൈഖുനാ മടവൂർ, ആ മടവൂർ ശൈഖുനായുടെ ഉന്നതിയും അവിടുത്തെ കറാമത്തും ഞങ്ങളുടെ ശരീരത്തിൽ രക്തധമനികൾ ചലിക്കുന്ന കാലത്തോളം ഞങ്ങളത് പറയുക തന്നെ ചെയ്യും. അതിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു ഉമ്മാക്കി കാണിച്ച് ഞങ്ങളെ പേടിപ്പിച്ച് മഹാനരായ മടവൂർ ശൈഖുനയുടെ മഹത്വം പറയൽ ഇവിടെ നിർത്തിക്കളയാമെന്നാണ് നിങ്ങൾ തീരുമാനിച്ചതെങ്കിൽ നിങ്ങൾക്കൊക്കെ പോയി പാർക്കാനുള്ളത് വിഡ്ഢികളുടെ ത്രിശങ്കു സ്വർഗത്തിലാണെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ബാക്കി നമുക്ക് പിന്നീടാകാം.